ഫാസിഖ് എന്ന് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആരാണ് ഫാസിഖ്? ആ ഫാസിഖിനോടും മുബ്തദീനോടൊന്നും നിസ്കാരത്തിൽ തുടരാൻ പാടില്ല എന്നൊക്കെ മദ്രസയിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കുന്നതാണ്. ഫാസിഖ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം രണ്ട് വിധം തെറ്റുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് വൻദോഷങ്ങളും മറ്റൊന്ന് ചെറുദോഷങ്ങളുമാണ്. ഈ വൻദോഷങ്ങൾ ചെയ്യുന്ന, അതുപോലെ തന്നെ ചെറുദോഷങ്ങൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാണ് ഫാസിഖ് എന്ന് പറയാം. അപ്പൊ നമ്മളൊക്കെ ഈ ഫാസിഖിന്റെ കൂട്ടത്തിലാണോ, അതല്ലെങ്കിൽ യഥാർത്ഥ ഒരു വിശ്വാസിയാണോ എന്ന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ ആത്മവിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മളിങ്ങനെ ജീവിച്ചു പോരുകയാണ്. അതിനിടയ്ക്ക് ചെറുപ്പത്തിലേ നമ്മൾ ചെയ്തു വരുന്ന പല തെറ്റുകളും ഉണ്ടാവും. അത് തെറ്റാണ് എന്ന് പോലും ചിന്തിക്കാതെ നമ്മളിങ്ങനെ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ ആഖിറത്തിൽ എത്തുമ്പോഴാണ് ഇതൊക്കെ ഞാൻ എപ്പോഴാ റബ്ബേ ചെയ്തത്? ഞാൻ നിസ്കാരവും നോമ്പൊക്കെ കൃത്യമായി ചെയ്തിരുന്ന ആളാണല്ലോ, ഖുർആനോത്തൊന്നും മുടക്കാത്ത ആളായിരുന്നല്ലോ, മറ്റു വിറുതുകളൊക്കെ എനിക്കുണ്ടായിരുന്നല്ലോ, പിന്നെ ഇതൊക്കെ ഏത് തെറ്റുകളാണ് എന്ന് ചിന്തിക്കുന്ന രൂപത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ ദിവസവും രാത്രി, അതല്ലെങ്കിൽ ആഴ്ചയിലൊന്ന്, മാസത്തിലൊന്ന്, വർഷത്തിലൊരിക്കലെങ്കിലും ഒരു ആത്മവിചിന്തനം നമ്മൾ ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ അത് നമ്മുടെ ആഖിറത്തെ വല്ലാത്ത രൂപത്തിൽ ബാധിക്കുന്നതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നിങ്ങളെയൊക്കെ ആഖിറത്തിൽ വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ മുമ്പ് നിങ്ങൾ ഓരോരുത്തരും സ്വയം വിചാരണ ചെയ്യണേ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് അത് പകർത്തിയ ആളാണ്. ഓരോ ദിവസവും രാത്രി അവിടുന്ന് വിചാരണ ചെയ്തിട്ടല്ലാതെ കിടന്നുറങ്ങൂല. അതിനുള്ള ശിക്ഷ സ്വയം നടപ്പിലാക്കുകയും ചെയ്യുമായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് നമ്മുടെ ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടി, ആഖിറത്തിൽ പരാജയപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മളൊക്കെ കഴിയുന്ന പോലെ ആത്മവിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. ഏതെങ്കിലും ഈ രൂപത്തിലുള്ള തെറ്റുകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നതും നല്ലതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ളൊരു ജീവിതം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.